പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പെട്ടെന്ന് തന്നെ തൻ്റെ മകളുടെ വിവാഹം നടത്തണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന റാം ഇതേ തുടർന്ന് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി പുതിയ നീക്കങ്ങൾ അയാൾ ആരംഭിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, ഇനിയൊരിക്കലും ഇങ്ങനെ ഒരു സംഭവം തൻ്റെ മകളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നുള്ള കാര്യം അയാൾ ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായി ഇഷ രാഹുലിൻ്റെ ചതിയെപ്പറ്റി മനസ്സിലാക്കാൻ ഇടയാകുന്നത്. രാഹുൽ സ്വത്തുക്കൾക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യം ബാക്കി ആവുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ കാര്യങ്ങളൊന്നും വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോവുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് രാഹുലിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ഇഷ തീരുമാനമെടുക്കുന്നത്. രാഹുലിനെ ചെന്ന് കണ്ടതിനെ തുടർന്ന് രാഹുലാകട്ടെ ഒന്നും തനിക്ക് അറിയില്ല എന്ന മട്ടിലുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. എന്താണ് നീ പറയുന്നത് എന്ന് എനിക്കറിയില്ല. ഇതോടെ നീനയെ ഞാൻ കണ്ടിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അവൾ ഇതേ തുടർന്ന് ഇനിയും കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ഒരിക്കലും നിങ്ങളെ വിവാഹം കഴിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നിലേക്ക് പോകുന്നതാണ് താങ്കൾക്ക് നല്ലത്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്താണ് മറുപടി പറയേണ്ടത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ച് പോവുകയാണ് രാഹുൽ. പക്ഷേ അങ്ങനെ കൈവിട്ട് കളയാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന രാഹുൽ ഈ വിവാഹം എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നടത്തുക തന്നെ ചെയ്യും എന്ന് പറയുകയും ചെയ്യുന്നു. ഈ കാര്യം കേൾക്കുന്ന ഇഷയാകട്ടെ സത്യങ്ങളെല്ലാം ഞാൻ എല്ലാവരുടെയും മുൻപിൽ വെച്ച് വിളിച്ചു പറയുക തന്നെ ചെയ്യുമെന്നും അതോടെ നിങ്ങളുടെ കള്ളത്തരത്തിന് ഒരു അവസാനം ഉണ്ടാകും എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തതിനെ തുടർന്ന് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. കാര്യങ്ങളൊന്നും വിചാരിച്ചതുപോലെ നടക്കുകയില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കുന്ന രാഹുൽ ഇതേ തുടർന്ന് ഇഷയെ ഇനി എങ്ങനെയാണ് തൻ്റെ വഴിക്ക് കൊണ്ടുവരിക എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇഷയാകട്ടെ ഇതേ തുടർന്ന് ഇനി ഈ കാര്യം പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരികയാണ് എങ്കിൽ നിങ്ങൾ വിവരമറിയും എന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയും മാത്രവുമല്ല കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുകയില്ല എന്ന് രാഹുൽ തിരിച്ചറിയുകയും ചെയ്യുന്നു. ഇതോടെ ഇനി ബലം പ്രയോഗിച്ചു വേണം കാര്യങ്ങൾ നടത്താൻ എന്ന് ഉറപ്പിച്ചുകൊണ്ട് രാഹുൽ മുന്നിലേക്ക് പോവുകയാണ്. പക്ഷേ ഇതിനിടയിൽ നീന തിരിച്ചടികൾ കൊടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം രാഹുലിൻ്റെ അച്ഛനാകട്ടെ തൻ്റെ മകൻ്റെ ചതിയിൽ തൻ്റെ സുഹൃത്തിൻ്റെ മകൾ വീണു പോകരുത് എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് റാംമോഹനെ ചെന്ന് കാണുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ വരവ് റാംമോഹനെ ഞെട്ടിച്ചതിനെ തുടർന്ന് റാംമോഹൻ കാര്യങ്ങൾ ചോദിക്കുന്നതിന് തയ്യാറാവുകയാണ്. ഇതോടെ ഞാൻ കുറച്ച് സത്യങ്ങൾ നിന്നോട് തുറന്നു പറയാം. ഒരിക്കലും എൻ്റെ മകനുമായി നിന്റെ മകളുടെ വിവാഹം നടത്തരുത്. അത് ഒരിക്കലും നല്ലതിനായിരിക്കുകയില്ല.
അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് തന്നെ ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കാര്യങ്ങളെല്ലാം അവൻ അവൻ്റെ ഇഷ്ടത്തിനാണ് ഇപ്പോൾ ചെയ്യുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ മുൻപിൻ നോക്കുന്നതിന് അവൻ തയ്യാറാകുന്നുമില്ല. അവൻ ഒരു ചതിയനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇപ്പോൾ തനിക്ക് ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് റാംമോഹനാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇതോടെ തൻ്റെ മകളെ ഈ ചതിയിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് റാംമോഹൻ. പക്ഷേ ഈ കാര്യം അറിയാതെ അവിടേക്ക് കടന്നു വരുന്ന രാഹുൽ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് രാഹുലിൻ്റെ മുഖത്തടിച്ചിരിക്കുകയാണ് റാംമോഹൻ. മാത്രവുമല്ല, സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞടാ എന്ന് വ്യക്തമാക്കുന്ന അയാൾ ഇനിയും കള്ളത്തരവുമായി എൻ്റെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊന്നുകളയും എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് രാഹുലിൻ്റെ മുന്നിൽ. പക്ഷേ ഇതേ സമയം പുതിയ വഴിത്തിരിവുകളാണ് ദേവബാലയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ദേവബാല എങ്ങനെയെങ്കിലും തൻ്റെ വഴിക്ക് അഭിഷേകിനെ കൊണ്ടുവരണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയും അതിനുവേണ്ടിയുള്ള പുതിയ പ്രവർത്തികൾ തുടങ്ങുകയും ചെയ്യുന്നു. പക്ഷേ അഭിഷേകാകട്ടെ, നിന്നെ വിവാഹം കഴിക്കാൻ ഒരിക്കലും എനിക്ക് സാധിക്കുകയില്ല എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ്. അതിലും ഭേദം മരിക്കുന്നതാണ് നല്ലത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആവുകയും ചെയ്യുന്നു. ദേവബാലയുടെ പ്രതീക്ഷകൾക്ക് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.